മഴത്തോട് മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനെ എടുത്ത് വീട്ടിൽ വന്ന് കാണിച്ചത് കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവതക്കുട്ടി പറയുക, എന്തായാലും അവന്റെ ഭാര്യ ഇങ്ങനെ തന്നെയാ, വീട്ടിലും അതുപോലെ തന്നെയാ, അതുകൊണ്ട് അവൻ സമാധാനമില്ലാതെ അവിടെ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതിന്റെ കാരണം തന്നെയാ. പക്ഷെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് വഴക്കുണ്ടാക്കും. അത് പക്ഷെ ഇവന് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവനൊരു പ്രണയമുണ്ടായിരുന്ന കാര്യമൊന്നും അവക്ക് അറിയില്ലായിരുന്നു. അത് ഞങ്ങള് പറഞ്ഞിട്ടുമില്ല എന്ന് അവതക്കുട്ടി അലീനടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി അടുത്ത് വരുന്നുണ്ട്. എന്തായാലും ഞാൻ അന്നേ തുറന്ന് പറയണമായിരുന്നു, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയണ കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, എന്തായാലും ഇതൊക്കെ ഒളിച്ചു വെച്ചിരുന്നില്ലേ ഇത്രയും കാലം? എന്നാൽ അനുഭവിച്ചതെല്ലാം ഞാൻ മാത്രമാ, ആരും അറിഞ്ഞില്ല. പക്ഷേ ഞാൻ അവിടെ എത്തി പിന്നെയാ ഇതൊക്കെ എല്ലാരും അറിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ വരേണ്ട കാരണം ആ ഒരു ബാലചന്ദ്രൻ എന്റെ അച്ഛനാ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് വീണ്ടും അവതക്കുട്ടി പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു നിമിത്തമായെന്നേ ഉള്ളൂ ആ ബാലചന്ദ്രനിലൂടെ എന്നൊക്കെ പറഞ്ഞത് കേട്ട് അലീന പറയുന്നുണ്ട്, എന്റെ വിഷമങ്ങള് ഒരിക്കലും ഇതുവരെ മാറാൻ ഒരു സാധ്യതയില്ല, ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ഇതിനൊക്കെ അവസാനം വരുത്ത് ഞാൻ എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇവക്കൊരു അവകാശം ഈ വീട്ടിൽ ഉണ്ടായി കൊടുത്താൽ മാത്രമേ ഇവിടെ ഇന്നും നിലനിൽക്കാൻ പറ്റുള്ളൂ, എനിക്കും ഇവൾക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യണം, ആദ്യമായിട്ട് നിന്റെ സ്വത്തുക്കള് എല്ലാം തന്നെ ഇവളുടെ പേരില് എഴുതി വെക്കണം, അതാ നീ ചെയ്യേണ്ടത്. എങ്കില് ഇവളനുസരിച്ച് ഇവൾ ആരും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് അത് കുട്ടിയുടെ ഈ വാക്കുകൾ കേട്ട് ഉടനെ തന്നെ സ്റ്റാൻലി ജോസഫ് തലയാട്ടുന്നുണ്ട്. ശരി തന്നെയാ പറഞ്ഞത്, അല്ല എങ്കില് എന്തു ചെയ്യും? ഇവിടുന്ന് ഇറക്കി വിട്ടാൽ പോവേണ്ടത് തന്നെയാ, ഒരു തെളിവുകൾ പോലും ഇല്ലാതെ ഞാൻ പോകുന്നതോടെ അതുവരെ നശിച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്ക് ആരുടെ സ്വത്തും എനിക്ക് ആവശ്യമില്ല, ഇത്രയും കാലം ഞാൻ ഒരു സ്വത്തും വെച്ചല്ല ഞാൻ ജീവിച്ചതും, എനിക്കതിന്റെ ആവശ്യവുമില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അത് മോളുടെ നല്ല മനസ്സ്, പക്ഷേ ജീവിക്കണമെങ്കിൽ മോക്കൊരു അവകാശം വേണമെങ്കിൽ ഇതുകൂടെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് റീത്തമ്മ ഒന്ന് കാണിച്ചത് കണ്ടല്ലോ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യമായിട്ടും എന്തെങ്കിലും മോക്ക് സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്ക് ഇതൊക്കെ സാധാരണമാ, എനിക്ക് കിട്ടിയിട്ടുമുണ്ട്, അതെന്റെ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാ, എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. അമ്മമാര് കുട്ടികളെ അടിച്ചു വളർത്തില്ലേ, അതുപോലെ ഞാൻ കാണുന്നുള്ളൂ അതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് തെറ്റായിട്ട് പിന്നെ ഇനി അമ്മയ്ക്ക് ഒരു ദിവസം മനസ്സിലാകും, വെറുതെ ആയിരുന്നു എന്നെ ഈ കാണിച്ചതൊക്കെ എന്ന്. എന്നെ ആ വീട്ടിൽ നിന്ന് വരെ ഇറക്കി വിട്ടിട്ടുണ്ട് ബാഗും എടുത്തെറിഞ്ഞ്. പക്ഷെ ഞാൻ അന്നും പുറത്ത് ഒറ്റയ്ക്കൂടെ നടന്നപ്പോഴത്തേക്ക് എന്നെ സഹായിക്കാൻ അന്നുണ്ടായിരുന്നത് എൻ്റെ അച്ഛനാ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അല്ലെങ്കിൽ വീണ്ടും ഞാൻ ഓർഫനേജിലോട്ട് തന്നെ പോവുമായിരുന്നു, പക്ഷെ അതിനും വഴി വെച്ചില്ല. എന്നാൽ എന്നെ ഒരു സുരക്ഷിത സ്ഥാനമെന്ന് ഏൽപ്പിച്ചത് ഇവിടെയാ, പക്ഷെ ഇവിടെയും എനിക്ക് ഗതി ഇത് തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടി പറയുക, കണ്ടോ അവളുടെ വിഷമം, എന്തായാലും ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ആ റീത്താമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്, അവക്കത് വളരെ വേദനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് പോയി അലീന ഫോൺ ചെയ്യുന്നുണ്ട് വിഷമത്തോടെ മനുവിന്. എന്നിട്ട് മനുവിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവിടെ ഇന്നലെ വന്ന കാര്യം, അടിച്ച കാര്യവും എല്ലാം ഇത് കേട്ടിട്ട് ഭയങ്കര വിഷമത്തിലാവുന്നുണ്ട്. മനു പറയുന്നുണ്ട്, എന്നാ എന്തിനാ അവിടെ നിൽക്കുന്നത്, അവിടുന്ന് വന്നോ, തിരിച്ച് എന്റെ വീട്ടിൽ തന്നെ വന്നോ, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആരും നിന്നെ ഇറക്കി വിടില്ലല്ലോ. ഇത് കേട്ടപ്പോഴത്തേക്കും ഉടനെ അലീന പറയുന്നുണ്ട്, ഇത് സ്വപ്നമല്ല, ജീവിതമാണ്, എല്ലാം ഉടനെ അല്ല ചെയ്യേണ്ടത്, എല്ലാം സാവകാശം, അതിന് സമയമുണ്ട്. പക്ഷേ ഞാൻ അതല്ല ഇപ്പോൾ വിചാരിക്കുന്നത്, ഞാൻ എവിടെ പോയിരുന്നാലും എല്ലായിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്, അത്രയ്ക്ക് എന്താ നല്ലൊരു ഇതുപോലും എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കും നല്ലത് വരണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, പക്ഷെ എല്ലാവർക്കും ഞാൻ പോണെടുത്ത് ദ്രോഹമായിട്ടാ എനിക്ക് മനസ്സിലാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിന്റെ തോന്നല, പക്ഷെ എന്ത് ചെയ്യാനാ, ഇതെല്ലാം കുഴപ്പം നിന്റെ അവിടുത്തെ അച്ഛൻ തന്നെയാ.
എന്തായാലും ഭാര്യയുടെ അടുത്ത് ഒരു പ്രണയമുണ്ടെന്നും അതിലൊരു മകളുണ്ടെന്നും ഇതൊക്കെ പറയാമായിരുന്നു. അത് അയാൾ ചെയ്ത തെറ്റ്. അതുകൊണ്ടാ അവർ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ആരായിരുന്നാലും പ്രതികരിച്ചു പോകുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഞാനിത് ബാലചന്ദ്രൻ അങ്കിളിന്റെ അടുത്ത് ഞാൻ വിളിച്ച് പറയും. നിന്റെ ഈ അവസ്ഥ നിനക്ക് അത്രയ്ക്കും വിഷമമുള്ളതുകൊണ്ടാ എന്നെ വിളിച്ചെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട, ഇതൊന്നും പറയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാവും. എന്നെ ഒരു സുരക്ഷിതത്വം പ്രതീക്ഷിച്ചിട്ടാ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. പക്ഷെ എന്റെ ഗതി ഇതാണെന്നറിഞ്ഞാൽ ആ നിമിഷം വരും എന്നെ കൊണ്ടുപോകും. എനിക്കത് ഉറപ്പാ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ നിൽക്കരുത്, എന്നെ വിളിക്കണം, ഞാൻ വരുമെന്ന്. പക്ഷേ ഞാൻ ആ ഒരു ബുദ്ധിമുട്ടോ ഇവിടുത്തെ ഒന്നും തന്നെ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ അപ്പച്ചനാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. അതിന് ഞാൻ ഒരു വലിയൊരു കടപ്പെട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഒരാളെ സ്നേഹം തരാനും. പക്ഷേ അച്ഛന് സ്നേഹം ഉണ്ടെങ്കിലും പക്ഷെ ഉള്ളിനകത്താ ഒതുക്കുന്നതെന്നാ പറയുന്നത്. എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ആർക്കും ഒരു ദ്രോഹമായി തീരരുത്, അതാ എൻ്റെ ഒരു ആഗ്രഹം. അത് മനുവേട്ടന് അറിയാലോ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. നീ അവിടെ ഉണ്ട്, അടി കൊണ്ട് ചാവാനല്ലല്ലോ നീ നിൽക്കേണ്ടത്. നിനക്ക് നിൽക്കാൻ കുറെ വീടുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒന്നും നോക്കില്ല, ഇങ്ങോട്ട് തന്നെ നിന്നെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ആരും വിഷമിക്കുന്നത് എനിക്ക് കാണുന്നത് തന്നെ ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഓരോരോ അബദ്ധങ്ങൾ വന്നു ചാടുന്നത് അതിലോട്ടാ എന്നൊക്കെ പറയുക. ഏതായാലും അവിടുത്തെ അപ്പച്ചനുണ്ടല്ലോ നിനക്കൊരു സമാധാനത്തിന്. പക്ഷെ വിഷമം നിറച്ച ഓരോരോ വാക്കുകളിലൂടെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചില മാറ്റങ്ങളിലൂടെയും ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവിടുത്തെ എൻ്റെ അച്ഛനെ. പക്ഷെ എന്ത് പറയാനാ, ഞാൻ ഒരു പപ്പാന്ന് പോലും വിളിക്കില്ലെന്ന് പറഞ്ഞ ഭയങ്കര പരാതി. ഞാൻ ബാലചന്ദ്രൻ അങ്കിളിന്റെ അച്ഛന്ന് വിളിച്ചു തുടങ്ങിയത് പിന്നെ അങ്കിളെന്ന് വിളിക്കില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ അച്ഛന്ന് 100 തവണ വിളിക്കുന്നത് ബാലചന്ദ്രനെയാണല്ലോ എന്ന് ഇവിടുത്തെ സ്റ്റാൻലി ജോസഫ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. ആ ഒരു അടുപ്പം വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും പപ്പാന്ന് വിളിച്ചൂടെ എന്ന് എന്നോട് ചോദിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ മനസ്സത് അനുവദിക്കുന്നില്ല. എനിക്ക് അമ്മ അടുത്തുണ്ടായിരുന്നിട്ട് പോലും അമ്മ എന്ന് പോലും വിളിക്കാൻ്റെ ആ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അറിയാലോ, അതിനിടയ്ക്ക് ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാനിത് അങ്കിളിൻ്റെ അടുത്ത് പറയും എന്ന് മനു പറയുന്നുണ്ട്. അങ്ങനെ മനു ആണെങ്കിൽ ശരി എന്നാ വെച്ചോ, വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ മനു ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് ഫോണിലൂടെ. അലീന വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്നെ വിളിച്ചില്ലായിരുന്നു. ഇന്നലെ വിളിച്ചായിരുന്നു, ഒന്നും പറഞ്ഞില്ല. അവിടെ സുഖായിരിക്കുന്നു എല്ലാവരും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടുത്തെ കാര്യമാണെങ്കിൽ വളരെ കഷ്ടമാ. വൈജയന്തി വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ബഹളം വയ്ക്കാൻ. എന്തായാലും അവിടുത്തെ ആങ്ങളമാരെടുത്ത് നീ ഒന്ന് പറഞ്ഞേക്കണം, ഇവിടുത്തെ പെങ്ങളെ ഒന്ന് അങ്ങോട്ട് കൂടെ കൂട്ടിക്കൊണ്ട് പോവാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താങ്ങളെ ഇനി നിർത്തിക്കൂടെ ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് തീരാനായി ഈ പ്രശ്നങ്ങളൊക്കെ, ഇതിന്റെ നടുവിലായിട്ട് ഞാൻ തീരെയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ തോറ്റു കൊടുക്കില്ല അവളെ മുമ്പില്. ഇനി എന്റെ ജയം മാത്രമായിരിക്കും ആ വൈജയന്തിയുടെ മുന്നില് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ മനു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഒരു കാര്യം പറയാനാ വിളിച്ചത്. അലീനയുടെ അവിടെ ഒരു സംഭവം നടന്നായിരുന്നു. സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യ ഇന്നലെ അവിടെ വന്നായിരുന്നു. പക്ഷേ കുടുംബക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത് ആ വീട്ടില് അലീന വന്ന കാര്യം. അങ്ങനെ വന്നിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് അടിയൊക്കെ കൊടുത്തായിരുന്നു അലീനയ്ക്ക്. അതൊക്കെ വളരെ വിഷമമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്കിളിന്റെ അടുത്ത് പറയണില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാ. അത് പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും അവൾ എൻ്റെ അടുത്ത് ഇതൊന്നും പറയാതെ അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും നോക്കണ്ട, അവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യും, ഗംഗേട്ടനെ കൂടെ വിളിക്കാം, നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ പോവാം. പക്ഷെ അയാളും കാണണമല്ലോ സഹോദരിയുടെ കാമുകനെ, അതുകൊണ്ട് ഞാൻ അയാളെ തന്നെ കൂട്ടിക്കൂടെ കൊണ്ടുപോവാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് വിഷമത്തോടെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അലീനയുടെ എവിടെ പോയിരുന്നാലും പ്രശ്നങ്ങളാണല്ലോ ആ കുട്ടിക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് ഗംഗാധരനെ വിളിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരു കാര്യം പറയാനാ വിളിച്ചത്. നിങ്ങളുടെ ആ സഹോദരിയുടെ മോളില്ലേ അലീന,
അലീനയ്ക്ക് അവിടെയും കഷ്ടകാലോ തുടങ്ങിയെന്നാ തോന്നുന്നത്. എന്തായാലും അവിടെയും കിടന്ന് ബുദ്ധിമുട്ടാൻ പാടില്ല അവള്. നിങ്ങൾക്കും കാണണ്ടേ നിങ്ങളെ പെങ്ങളുടെ ആ ഒരു കാമുകനെ. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൂടെ വന്നാ മതി, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ വരണില്ല, നീ മാത്രം പോയാ മതി, പോയിട്ട് എന്താണോ തീരുമാനം അതിനോട് ഞങ്ങൾ യോജിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറ്റില്ല, നിങ്ങൾ കൂടെ എൻ്റെ കൂടെ വരണം, എനിക്ക് അലീനയെ നോക്കി പോണം, അവക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് തന്നെ വരണം, അതിനാ എൻ്റെ ഒരു തീരുമാനം, അതിന് ഞാൻ മാത്രം പോയാൽ പോരാ, നിങ്ങളൂടെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരി, ഞാൻ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ബാലചന്ദ്രനും ഗംഗാധരനും സംസാരിക്കുന്നുണ്ട് അലീനയുടെ കാര്യം. എന്നിട്ട് പറയുക, എന്തായാലും വലിയ സ്നേഹം തന്നെയാ അലീനടുത്ത്. അയാൾക്ക് എന്ത് ചെയ്യാനാ, ആ ഭാര്യ വന്ന് ബഹളം വെച്ചത് കൊണ്ടാ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനിയും ആ വീട്ടില് ആ സ്ത്രീ വന്നു കഴിഞ്ഞാൽ അലീനയെ ഇനി എന്തും ചെയ്യാൻ മടിക്കില്ല. അതുകൊണ്ട് അലീനയ്ക്ക് താല്പര്യമാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരെന്നെ ചെയ്യണം. പക്ഷെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ വൈജയന്തിയുടെ കാര്യം അറിയാലോ, അവിടെ നിൽക്കില്ല. പക്ഷെ ഇതില് ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ അലീനയുടെ കാര്യത്തില്, അല്ലെങ്കിൽ ശരിയാവില്ല. ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് പറഞ്ഞ് അവൾ ആ വീട്ടിൽ നിന്ന് അടിച്ചു കൊല്ലാൻ വേണ്ടിയല്ല കൊണ്ടു നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തായാലും പോകാലോ, പോയിട്ട് സംസാരിക്കാം. പക്ഷെ ഒരു കാര്യം, വർഷങ്ങൾക്ക് ശേഷം ഞാനാണെങ്കിൽ ആ സ്റ്റാൻലി ജോസഫിനെ കാണുന്നത്, എനിക്ക് കാണുമ്പോൾ എന്തായിരിക്കും പ്രതികരണം എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുക, എന്തായാലും നിങ്ങൾക്ക് നേരത്തെ അറിയാലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഭാര്യയുടെ ചരിത്രം മൊത്തം അറിയാവുന്ന സഹോദരനാണല്ലോ എൻ്റെ കൂടെ വരുന്നത്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ അവിടെ എത്തുന്നുണ്ട്. ആ സമയത്ത് ഒരു കാറ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവതക്കുട്ടി ചോദിക്കുക, ഇതാരാ ഈ സമയത്ത് വരണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അകത്തുനിന്ന് അലീന വരുന്നുണ്ട്. അയ്യോ അച്ഛൻ വന്നോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ പറയുന്നുണ്ട്, ഓ ബാലചന്ദ്രനാണോ, എന്താ വരൂ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അവതക്കുട്ടി. ആ സമയത്ത് ഞാൻ നിങ്ങളെ കാണാനല്ല വന്നത്, എനിക്ക് ആ സ്റ്റാൻലി ജോസഫിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് വരികയും സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്താ പെട്ടെന്ന് പറയാതെയാണല്ലോ ഇങ്ങോട്ട് വന്നത്, എന്താ എനിക്ക് എപ്പോഴും വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാ നിങ്ങൾ ഇവിടുത്തെ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ അറിയിക്കുകയും ചെയ്യണം, അത് അലീനയെ സംബന്ധിച്ച ഏത് കാര്യമായിരുന്നാലും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെയാണ് പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് ഗംഗാധരനും അതുപോലെ തന്നെ സ്റ്റാൻലി ജോസഫും. വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ആ ഒരു നിമിഷം, വൈജയന്തിയുടെ ഒരു കാമുകൻ ഉണ്ടായിരുന്നുവെന്നും ആ കാമുകൻ ഇതാണെന്നും അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഈ ഗംഗാധരൻ. പക്ഷെ ഇന്ന് കണ്ടോ, രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഭാര്യയുടെ കാമുകന്റെ സഹോദരനും അതുപോലെ തന്നെ കാമുകനും. ഈ ഒരു നിമിഷം ഇതാർക്കും ഉണ്ടാകില്ല എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോട് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഗംഗാധരൻ തല കുനിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട ഉടനെ തന്നെ സ്റ്റാൻലി ജോസഫ് പറയുക, കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ തന്നെ ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നേ, അത് അറിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അലീന പറഞ്ഞു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആര് പറഞ്ഞാലും ശരി, എന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ ഞാൻ വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളെ വിശ്വസിച്ച ഞാൻ ഇവിടെ അലീനയെ നിർത്തിയിട്ട് പോയത്. അവക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അവക്കൊരു വേദനിച്ചാൽ അത് എനിക്കും അവിടെ വേദനിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അവക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല, കൊണ്ടുപോകണ്ട. ഇവിടെ അവള് സുരക്ഷിതമായിട്ട് ഇവിടെ തന്നെ നിൽക്കും. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ. അവന്റെ ഭാര്യയാണെങ്കിൽ അറിയിടായിരുന്നു, അതുകൊണ്ടാ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നതെന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം ആദ്യമേ തുറന്ന് പറയണമായിരുന്നു എന്നൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞായിരുന്നോ നിങ്ങളെ പെങ്ങൾക്ക് ഒരു കാമുകനുണ്ടെന്ന്? ഇല്ലല്ലോ, അതുകൊണ്ട് ഇവരെ പറയേണ്ട ഒരു യോഗ്യതയും തനിക്കില്ല എന്നൊക്കെ ഗംഗാധരൻ്റെ അടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഇത് കേട്ട ഉടനെ എന്നെ ഞെട്ടിയിട്ട് പറയുക, സ്റ്റാൻലി ജോസഫ്, ഏത് കാര്യമായിരുന്നാലും നമുക്ക് പരിഹരിക്കാം, ഇരുന്ന് സംസാരിക്കാം. ഞാൻ ഇരുന്ന് സംസാരിക്കാനല്ല വന്നത്, അലീനയെ വിളിക്കണം, അലീനയെ കൊണ്ടുപോകണം. അത് മാത്രമേ എനിക്കിവിടെ വന്ന ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞങ്ങളുടെ അടുത്ത് വരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും മോള് പറ, ഇവിടെ നിന്ന് വരണില്ല എന്ന്, ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് അവതക്കുട്ടി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്.
അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അലീന. ആ സമയത്ത് വീണ്ടും പറയുന്നുണ്ട്, ഇനി ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല അലീനയെ വേദനിപ്പിക്കുന്ന തരത്തില്. അത് നല്ലതല്ല നിങ്ങൾക്കൊന്നും. അത് ചിന്തിച്ചു വേണം ഓരോ പ്രവർത്തിക്കാൻ വേണ്ടി എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തോടെ സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത് കൈ ചൂണ്ടി പറയുക ബാലചന്ദ്രൻ, ഇനി ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥ നിങ്ങൾ വരുത്തരുത്. എന്റെ മോളെ സൂക്ഷിച്ചു നോക്കണമെന്ന് ഏൽപ്പിച്ചതാ, അതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നിൽക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് പറയുക, ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിയാത്ത പ്രശ്നത്തിന് നടുവിലാണ് ഞാനിപ്പം നിൽക്കുന്നേ. ഏതായാലും അവക്കൊരു വേദനയും ഈ വീട്ടിലുണ്ടാകില്ല, ഇനിയൊരു വിഷമവും ഞാൻ ഉണ്ടാവാൻ അനുവദിക്കില്ല എന്നൊക്കെ ഉറപ്പ് നൽകുന്നുണ്ട്.